ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് പൊതുമേഖലാ തൊഴിലാളികൾക്ക് 3 ദിവസത്തെ അവധി അനുവദിക്കുമെന്ന് സർക്കാർ. ഷവ്വാൽ മാസത്തിലെ ആദ്യ 3 ദിവസങ്ങളിൽ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധി അനുവദിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അറിയിച്ചത്. റമലാനിലെ അവസാന ദിവസങ്ങളിൽ യുഎഇയിലെ മാസപ്പിറവി ദർശന സമിതിയാണ് ഷവ്വാലിന്റെ കൃത്യമായ ആരംഭ തീയതി തീരുമാനിക്കുന്നത്. ഹിജ്റ കലണ്ടറിലെ ഓരോ മാസവും 29 അല്ലെങ്കിൽ 30 ദിവസം വരെ നീണ്ടുനിൽക്കും. റമലാൻ മാർച്ച് 1-ന് ആരംഭിച്ചതിനാൽ ഷവ്വാൽ 1 മാർച്ച് 30 ഞായറാഴ്ചയോ മാർച്ച് 31 തിങ്കളാഴ്ചയോ ആയിരിക്കും. മാർച്ച് 31-ന് ഈദുൽ ഫിത്തർ ആകാൻ സാധ്യതയുണ്ടെന്ന് എമിറേറ്റ്സ് ജ്യോതിശാസ്ത്ര സൊസൈറ്റി മുമ്പ് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ജീവനക്കാർക്ക് 3 ദിവസത്തെ പൊതു അവധി ലഭിക്കും. ശേഷം ഏപ്രിൽ 3-ന് വ്യാഴാഴ്ച ജോലിയിൽ പ്രവേശിക്കേണ്ടി വരും. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് ബഹ്റൈനിൽ കേന്ദ്രമുണ്ടാകില്ല. തുടക്കത്തിൽ ഇത്തവണ ബഹ്റൈനിലും പരീക്ഷാ കേന്ദ്രം പരിഗണിച്ചിരുന്നു എങ്കിലും ബഹ്റൈനിൽ പരീക്ഷാ കേന്ദ്രം ഉണ്ടാകില്ലെന്ന അറിയിപ്പാണ് എൻട്രൻസ് എക്സാം ഓഫീസിൽ നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബഹ്റൈനിൽ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് മതിയായ അപേക്ഷകർ ഇല്ലാത്തതിനാലാണ് പരീക്ഷാ കേന്ദ്രം പിൻവലിച്ചതെന്ന് പരീക്ഷാ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം പുതുതായി പരിഗണിച്ചിരിക്കുന്ന ഹൈദരാബാദിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടായിരിക്കില്ല. ബഹ്റൈൻ കേന്ദ്രം തെരഞ്ഞെടുത്ത അപേക്ഷകർക്ക് രണ്ടാമതായി നൽകിയ ഓപ്ഷനിൽ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ടായിരിക്കും. സൗദി അറേബ്യയിലെ തെരുവ് കച്ചവടക്കാരെ ശാക്തീകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി. ബസ്താഗ് ഹൈർ എന്ന് പേരിട്ടിട്ടുള്ള പദ്ധതിയിലൂടെ എല്ലാ പ്രദേശങ്ങളിലെയും തെരുവ് കച്ചവടക്കാരുടെ വികസനത്തിന് പിന്തുണ നൽകുകയാണ് മുനിസിപ്പൽ ഭവന മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. റമലാൻ അവസാനം വരെ തുടരുന്ന ഈ സംരംഭം വിവിധ മേഖലകളിലുടനീളമുള്ള 600-ലധികം തെരുവ് കച്ചവടക്കാരെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രാലയത്തിന്റെ ഈ വിഭാഗത്തിന്റെ ചുമതലയുള്ള രാജകുമാരി അറിയിച്ചു. സൗദി അറേബ്യ പ്രവാസികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്കും താൽക്കാലികമായി ഫാർമസികൾ ആരംഭിക്കാൻ അനുമതി. ഇതാദ്യമായാണ് വിദേശികൾക്ക് സ്വന്തമായി ഫാർമസി തുടങ്ങാൻ സൗദി അധികൃതർ അനുമതി നൽകുന്നത്. അൽ-യൗം ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫാർമസികളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഉടമയോ പങ്കാളികളിൽ ഒരാളോ ഈ തൊഴിൽ പരിശീലിക്കാൻ ലൈസൻസുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. ഫാർമസികളുടെ ഉടമസ്ഥാവകാശം സൗദി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന മുൻ നിബന്ധന റദ്ദാക്കിയാണ് പുതിയ തീരുമാനമെന്ന് ഔദ്യോഗിക സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. ഒരു സംയോജിത ആരോഗ്യ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതുവരെ സൗദികളല്ലാത്തവർക്ക് ഫാർമസികളും ഔഷധ സസ്യ നിർമ്മാണ കേന്ദ്രങ്ങളും സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശം പുറപ്പെടുവിച്ചതായാണ് അൽ-യൗം അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സൗദി ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച അഭ്യർത്ഥന മാനിച്ചാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 1995-ൽ പുറപ്പെടുവിച്ച സൗദി ഉടമസ്ഥാവകാശം നിർബന്ധമുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്നും ഫാർമസികളെ താൽക്കാലികമായി ഒഴിവാക്കിയതായാണ് വിവരം. 1995-ലെ നിയമത്തിന്റെ ആർട്ടിക്കിൾ 3 പ്രകാരം ഫാർമസികൾ ഔഷധ സസ്യ നിർമ്മാണ സൗകര്യങ്ങൾ, ഔഷധ കൺസൾട്ടേഷൻ സെന്ററുകൾ എന്നിവയുടെ ഉടമസ്ഥാവകാശം സൗദികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. ഈ വ്യവസ്ഥയിലാണ് ഇപ്പോൾ താൽക്കാലികമായി ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇതേ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം ഫാർമസികളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഉടമയോ പങ്കാളികളിൽ ഒരാളോ ഈ തൊഴിൽ പരിശീലിക്കാൻ ലൈസൻസുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ തുടരുമെന്നും പത്രം അറിയിച്ചു. ഇതുപ്രകാരം പുതുതായി ഫാർമസി തുടങ്ങുന്ന വിദേശിക്കോ പങ്കാളികളിൽ ഒരാൾക്കോ ഔദ്യോഗിക അംഗീകാരമുള്ള ഫാർമസിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സൗദിയിൽ ആവശ്യത്തിന് ഫാർമസിസ്റ്റുകൾ ഇല്ലെങ്കിൽ ഫാർമസിയോ അല്ലെങ്കിൽ ആ മേഖലയിലെ സൗകര്യമോ പ്രസക്തമായ ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഉടമ സൗദി ആയിരിക്കണം എന്ന നിബന്ധന ഒഴിവാക്കി നൽകാൻ നിലവിൽ സൗദി ആരോഗ്യമന്ത്രിക്ക് അധികാരമുണ്ട്. എന്നാൽ പുതിയ ഇളവ് നിലവിൽ വരുന്നതോടെ മന്ത്രിയുടെ അനുവാദമില്ലാതെ തന്നെ വിദേശികൾക്ക് സൗദിയിൽ ഫാർമസികൾ ആരംഭിക്കാൻ സാധിക്കും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെക്കുറിച്ച് ആരോഗ്യ മന്ത്രാലയം അധികൃതരിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഷാർജ പോലീസ് യാചനയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തുറന്നുകാട്ടുന്ന പുതിയ വീഡിയോയുമായി രംഗത്ത്.
വിശുദ്ധ റമളാനിൽ വിശ്വാസികളുടെ ദാനശീലവും കാരുണ്യവും ദീനാനുകമ്പയും ചൂഷണം ചെയ്ത് വൻ പണം സമാഹരിക്കുന്ന തട്ടിപ്പ് സംഘത്തെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. ഷാർജ പോലീസ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിട്ട വീഡിയോ വർദ്ധിച്ചുവരുന്ന ഭിക്ഷാടനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇതിനായി പോലീസ് ഒരാളെ യാചകനായി വേഷമിട്ട് വഴിയാത്രക്കാരിൽ നിന്നും ഭിക്ഷാടനം നടത്താൻ ചട്ടം കെട്ടുന്നു. മുഷിഞ്ഞ വസ്ത്രവും കയ്യിൽ ഒരു തസ്ബീഹ് മാലയും പിടിച്ച് വഴിയരികിൽ നിൽക്കുന്ന ഇയാൾക്ക് അതുവഴി കടന്നു പോകുന്നവർ പണം നൽകുന്നു. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് പോലീസ് ഇങ്ങനെ ഒരാളെ യാചകനായി വേഷം കെട്ടിച്ചത്. ഇയാൾ യാചന തുടങ്ങി 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇയാളുടെ കയ്യിൽ 367 ദിർഹം വന്നിരുന്നു, അഥവാ 8600-ലേറെ ഇന്ത്യൻ രൂപ. ഭിക്ഷാടകന്റെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമൊന്നും അറിയാതെ ഇയാൾ തട്ടിപ്പുകാരനാണോ അതോ ശരിക്കും പാവപ്പെട്ടവനാണോ എന്നൊന്നും നോക്കാതെയാണ് ആളുകൾ അവരെ സഹായിക്കുന്നതെന്നും പോലീസ് പറയുന്നു. ഇതാണ് ഭിക്ഷാടന മാഫിയയ്ക്ക് വലിയ പ്രചോദനമാകുന്നത്. 1 മണിക്കൂറിൽ ഒരാൾക്ക് ഇത്രയേറെ പണം സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇയാൾ ദിവസം മുഴുവൻ യാചന തുടർന്നാണ് എത്ര വലിയ തുകയായിരിക്കും ഇയാളുടെ കൈവശം വന്നു ചേരുക എന്നും പോലീസ് ചോദിക്കുന്നു. പാവങ്ങളോട് അലിവ് തോന്നുന്ന വിശ്വാസികളുടെ മാനസികാവസ്ഥയെ മുതലെടുക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു. കുവൈറ്റിന്റെ തെക്കൻ മേഖലയിൽ ചെറിയ ഭൂചലനമുണ്ടായതായി കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചിന്റെ ഭാഗമായ കുവൈറ്റ് നാഷണൽ സിസ്മിക് നെറ്റ്വർക്ക് വ്യക്തമാക്കി. ശനിയാഴ്ച രാവിലെ 10:21 ചലനമുണ്ടായത്. തെക്കു പടിഞ്ഞാറൻ കുവൈറ്റിലെ മനാഖിഷ് പ്രദേശത്ത് 3.9 തീവ്രത രേഖപ്പെടുത്തി. UAEയിൽ ഇന്നും നാളെയും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. കടൽ അശാന്തമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ആരോഗ്യ പരിരക്ഷയുള്ളവർക്ക് സർക്കാർ ആശുപത്രികളിൽ കൂടി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് തീരുമാനിച്ചു. സൗദി അറേബ്യയിലെ 1 കോടിയിലേറെ വരുന്ന പ്രവാസികൾക്ക് ഇതിന്റെ നേട്ടം ലഭ്യമാകും. ഈ വർഷം ജൂലൈ 1 മുതലായിരിക്കും പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനായി കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മികച്ച ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടിയാണ് പദ്ധതി ആരംഭിക്കുന്നത്. നിലവിൽ സൗദിയിലെ മുഴുവൻ ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. സർക്കാർ ആശുപത്രികളിൽ കൂടി ഇൻഷുറൻസ് സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. കുവൈറ്റിൽ പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കുവൈറ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തിങ്കളാഴ്ച പുലർച്ചെ ചില പ്രദേശങ്ങളിൽ നേരിയ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വാർത്താ ഏജൻസിയോട് സംസാരിച്ച കേന്ദ്രത്തിന്റെ ഡയറക്ടർ ദീരാർ അൽ അലി അറിയിച്ചു. വരും ദിവസങ്ങളിൽ താപനില ക്രമേണ വർദ്ധിക്കുന്നതോടെ കാലാവസ്ഥ സ്ഥിരതയുള്ളതായിരിക്കുമെന്നും അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കൂട്ടിച്ചേർത്തു.